നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ചാലോട് മയക്കുമരുന്നും ആയുധങ്ങളുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. പിടിയിലായത് തയ്യിൽ സ്വദേശി സീനത്ത്, അഫ്നാസ് എന്നിവർ. അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങി കാണാതായ യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പട്ടാനൂർ കൊടോളിപ്പുറം ആനന്ദ നിലയത്തിൽ പി.കെ. ഗണേശൻ നമ്പ്യാർ. കോപ്പാലത്ത് തകർന്ന തരിപ്പണമായ റോഡിൽ ശക്തമായ മഴയിൽ അറ്റകുറ്റപ്പണി. പ്രതിഷേധവുമായി യാത്രക്കാർ. വാർത്തകൾ വിശദമായി. കണ്ണൂർ ചാലോട് മയക്കുമരുന്നും ആയുധങ്ങളുമായി യുവതിയടക്കം 2 പേർ പിടിയിലായി. ചാലോട് മണലിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് വടിവാളും MDMAയും പിടിച്ചത്. തയ്യിൽ സ്വദേശി സീനത്ത്, അഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസ് പ്രതിയായ റഹീമും കൂട്ടാളികളും സുഹൃത്തായ ഷാഹിദിന്റെ കണ്ണൂർ മണലിലെ വീട്ടിൽ ഒളിച്ചു താമസിച്ചതായുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് മണലിലെ ക്വാർട്ടേഴ്സിലെത്തി പോലീസ് അന്വേഷിച്ചത്. പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല. പരിശോധന നടത്തുന്നതിനിടെ ഷാഹിദിന്റെ ഉമ്മയായ സീനത്ത് കയ്യിൽ എന്തോ ഒളിപ്പിച്ചു പിടിച്ചതായി കാണുകയും പരിശോധിച്ചപ്പോൾ മാരകലഹരി വസ്തുവായ MDMA ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ക്വാർട്ടേഴ്സിൽ തുടർ പരിശോധന നടത്തിയപ്പോൾ കൂടുതൽ മയക്കുമരുന്നും വടിവാളും നഞ്ചക്കും കണ്ടെത്തി. പരിശോധനാ സമയത്ത് ക്വാർട്ടേഴ്സിന് സമീപം സ്കൂട്ടറിൽ എത്തിയ ഷാഹിദ് അഫ്നാസിൽ നിന്നും 4 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നിർദ്ദേശപ്രകാരം SI VV ദീപ്തിയുടെ നേതൃത്വത്തിൽ SIമാരായ അനുരൂപ്, വിനീത്, SCPO സുജിത്ത്, CPOമാരായ മിനി, സൗമ്യ, അഫ്സീർ, അഖിൽ, മഹേഷ്, സിസിൻ, പ്രബീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാനിറങ്ങി കാണാതായ യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പട്ടാനൂർ കോടോളിപ്പുറം ആനന്ദ നിലയത്തിൽ പി.കെ. ഗണേശൻ നമ്പ്യാറിന്റെ മൃതദേഹമാണ് ചൊവ്വാഴ്ച നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. പട്ടാനൂർ കൊടോളിപ്പുറം ആനന്ദ നിലയത്തിൽ പി.കെ. ഗണേശ് നമ്പ്യാറിന്റെ മൃതദേഹമാണ് തിരച്ചിലിൽ കണ്ടെത്തിയത്. 28 വയസ്സായിരുന്നു. വാരം വലിയന്നൂർ വെള്ളേറ ഹൌസിൽ വി പ്രണീഷിനു വേണ്ടി ചൊവ്വാഴ്ചയും തിരച്ചിൽ തുടരുകയാണ്. കോസ്റ്റൽ പോലീസും വളപട്ടണം പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു യുവാക്കൾ കടലിൽ ഇറങ്ങിയത്. വസ്ത്രങ്ങൾ ബീച്ചിൽ അഴിച്ചുവെച്ച് കടലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. യുവാക്കൾ കടലിൽ ഇറങ്ങുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു. പിന്നീട് ഇവർ തിരയിൽപ്പെട്ടതായി ഈ സമയം ബീച്ചിലുണ്ടായിരുന്നവർ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. കോപ്പാലത്ത് റിലയൻസ് പെട്രോൾ പമ്പിന് മുൻവശം തകർന്ന് തരിപ്പണമായ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയത് ശക്തമായ മഴയിൽ. മുന്നറിയിപ്പില്ലാതെ നടത്തിയ റോഡ് പണിയെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സവുമുണ്ടായി. ആംബുലൻസുകളടക്കം വഴിയിൽ കുടുങ്ങി. ഒരു ഭാഗത്ത് ശക്തമായ മഴ, മറ്റൊരു ഭാഗത്ത് റോഡ് പണി. മാഹി കോപ്പാലത്തെ കാഴ്ചകളായിരുന്നു ഇത്. വർഷാവർഷം റോഡ് പൊട്ടിപ്പൊളിയുന്നിടത്താണ് ഇത്തരത്തിൽ റോഡ് പണി നടത്തിയത്. മുന്നറിയിപ്പില്ലാതെ നടത്തിയ റോഡ് പണിയെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. ആംബുലൻസുകൾ അടക്കം വഴിയിൽ കുടുങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന പന്തക്കൽ പോലീസ് കഠിനാധ്വാനം ചെയ്താണ് ആംബുലൻസുകൾ കടത്തിവിട്ടത്. കഴിഞ്ഞ 6 മാസം മുൻപും ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. പേരിന് മാത്രമായതിനാൽ അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇതേ സ്ഥലത്താണ് മഴയത്ത് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇതിനും എത്ര ആയുസ്സുണ്ടാകുമെന്നാണ് യാത്രക്കാരും സമീപത്തെ വ്യാപാരികളും തമ്മിൽ ചോദിക്കുന്നത്. പാനൂർ നഗരസഭാതല അംഗൻവാടി പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. അമ്പിളി അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ നിരവധി കുരുന്നുകൾ പങ്കെടുത്തു. അമ്പിളി അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന അതേ സ്നേഹവും അതേ കരുതലും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കിട്ടുമെന്ന ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കൊച്ചുമക്കളെ ഏറ്റവും സുന്ദരമായ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. നമ്മുടെ നഗരസഭയിലെ അംഗനവാടികളിൽ നിന്ന് പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ 4 അംഗനവാടികളാണ്. അവിടെയൊക്കെ ഏറ്റവും നന്നായി കരുതലായി
കൊച്ചുമക്കളെ ചേർത്ത് പഠിക്കുന്ന ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെയാണ് നമ്മുടെ അംഗനവാടികളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുന്ദരമായ വഴികളിൽ കൂടി ആ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ മുന്നോട്ടുള്ള അങ്കണവാടി കുട്ടികൾക്ക് സ്നേഹാദരവും SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ചെയർമാൻ നിർവഹിച്ചു. അങ്കണവാടി അധ്യാപിക പുഷ്പ, ഹെൽപ്പർ പ്രസന്ന, CK ബാലൻ എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മധുരപലഹാര വിതരണവും നടത്തി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടുച്ചിറ ജൂബിലി അംഗൻവാടി പ്രവേശനോത്സവം നടന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടിയിൽ പുതുതായി പ്രവേശനം നേടി പുതിയ ലോകത്തേക്ക് പിച്ചുവെച്ചു വന്ന കുട്ടികൾക്ക് കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം TK ഷാജി ഉപഹാരം നൽകി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഗീഷ് അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി അധ്യാപിക KR ഷീന സ്വാഗതവും വെൽഫെയർ കമ്മിറ്റി അംഗം M വിമല നന്ദിയും പറഞ്ഞു. ചക്കപ്പഴം, മാങ്ങ, അടുക്കൻപഴം, പൂവൻപഴം തുടങ്ങിയ നാടൻ പഴങ്ങളും പായസവും നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു. പാട്ടുപാടും പെട്ടിത്തരാം, താളം മുട്ടാൻ ചെണ്ട തരാം. പാട്ടുപാടും പെട്ടിത്തരാം, താളം മുട്ടാൻ ചെണ്ട തരാം. തുറന്നടിക്കുന്ന ആശുപത്രികളും മരുന്നുകളില്ലാത്ത ആശുപത്രികളിൽ ഇന്ന് ഹൈടെക് ആശുപത്രികളായിട്ടും മരുന്നുകൾ കൃത്യമായിട്ട് കിട്ടുന്നു. ഡോക്ടർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായില്ല, കൂടുതലായിട്ട് പറ്റി പോകുന്നു. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് നമുക്ക് പ്രകൃതിയും വേണം, അതുപോലെ തന്നെ ഭക്ഷ്യങ്ങളും ഭക്ഷ്യസുരക്ഷയും ഏർപ്പാടാക്കിയത് കാരണമായിട്ടാണ് ഹരിത കേരള മിഷൻ ഉണ്ടാക്കിയത്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ തോടുകളുടെ നല്ല നീരൊഴുകുകൾ കൃത്യമായിട്ട് ഒഴുകുന്നതിന് വേണ്ടിയിട്ട്, പരിസ്ഥിതി സൗഹൃദങ്ങളെ വേണ്ടിയിട്ട് ഒരുപാട് ഘടകങ്ങൾ അങ്ങനെ ഹരിത കേരള മിഷൻ ഉണ്ടാക്കി. നാലാമത്താണ് നമ്മളെല്ലാവരും ഇന്ന് അഭിമുഖീകരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഇരുന്നിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ആ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഗവൺമെന്റിന് മുന്നേ പാമ്പ് കടിയേറ്റിട്ട് വിദ്യാർത്ഥികൾ മരിക്കുന്ന അവസ്ഥ സ്കൂളുകളിൽ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പാമ്പ് കടിച്ചിട്ട് സ്കൂളിന്റെ അത് ക്ലാസ് റൂമിനുള്ളിൽ പാമ്പ് വരണമെങ്കിൽ അതിന് ദ്വാരം ഉണ്ടാവും. ദ്വാരം ഉണ്ടാവണമെങ്കിൽ അത് വൃത്തിഹീനമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്ത് പെരുമാറുന്ന സ്ഥലത്ത് ദ്വാരം കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയത്തെ. പന്നിന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. പന്നിന്നൂർ അരയാക്കുൽ UP സ്കൂളിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പിന്നെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. ഇനിയും കുട്ടികൾ കൂടുതൽ പഠിച്ചു മിടുക്കന്മാരും മിടുക്കന്മാരാണ്. നമ്മുടെ ഇന്നേ കുട്ടിക്ക് നമുക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹം കിട്ടാത്തവർക്കുണ്ടാകും. അപ്പോൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാവുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. എല്ലാ അപ്പുറത്തും നമുക്കറിയാം, നാളെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ സമൂഹത്തെക്കുറിച്ചും സാംസ്കാരികതയെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ നന്മയെക്കുറിച്ചും ഒക്കെ തന്നെ അറിവുള്ളവരായിട്ട് മാറിയിരിക്കുക.
അതിന് ഒരുപാട് കാര്യമുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ആ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഒരു തൈ നട്ടുകൊണ്ട് സുഹൃത്ത് വായ്പാടുകളെ ഒരു തൈ നടാൻ നമുക്ക് നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നട്ടുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട്. അടുത്ത 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൈവേലിക്കൽ കുഞ്ഞിൽ പോയിരുന്നു. അവിടെയൊക്കെ തന്നെ ഈ കല്ല് പൊട്ടിച്ച് ചെങ്കല്ല് പൊട്ടിച്ച് കുഴികളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അതല്ലാത്ത സ്ഥലം, ആ കുഴികളല്ലാത്ത സ്ഥലം പിളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ദുരന്ത സേനയും ദുരന്ത കർമ്മസേനയും ഒക്കെ തന്നെ അവിടെ ചെന്നുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ആഘാതത്തിൽ കാരണങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ തന്നെ അന്വേഷിച്ചു. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. അതിന് മുൻകൂറായിട്ട് നമ്മൾ അതിനൊരു പ്രതിജ്ഞ എടുക്കണം. നമ്മൾ പരിസ്ഥിതിയെ ഒരിക്കലും നശിപ്പിക്കില്ല. അതങ്ങനെ പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല പുഴകളും തോടും കാര്യങ്ങളും. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും ഏറ്റെടുക്കണം. അതൊരാവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. കാരണം കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഭൂമിയൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ലൈഫ് ആൻഡ് കെയർ പ്രസിഡന്റ് AK സതീശൻ അധ്യക്ഷത വഹിച്ചു. പന്നിനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP സുരേന്ദ്രൻ, KP അച്യുതൻ മാസ്റ്റർ, KK സതീഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PTK പ്രേമൻ സ്വാഗതവും ട്രഷറർ K സത്യജിത്ത് കുമാർ നന്ദിയും പറഞ്ഞു. ആവണീയമുണ്ട മുഹമ്മദ് ഷാമിൽ സിയ ഹാരിസ്, കൃഷ്ണ. പാനൂർ നഗരസഭയിലെ ഗുരുദേവ അംഗൻവാടി പ്രവേശനോത്സവവും പുതുതായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു നാടിനൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. നമ്മൾ പഠിച്ചതും നമ്മൾ വന്ന വഴികളും നമ്മൾ ചേർന്ന് നിന്നതും നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൗഹൃദ ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. ആ സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. കാരണം കൊച്ചുമക്കളാണ്, ഇന്ന് കടന്നു വരുന്ന കൊച്ചുമക്കളാണ് നാളെ ഈ നാടിന്റെ എല്ലാ മേഖലകളിലും സാന്നിധ്യം അറിയിക്കേണ്ട ആളുകൾ. ആ മക്കളെ ഓടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതും വലിയ ഒരു ഉത്തരവാദിത്വമാണ്, ധാർമ്മികതയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം നമ്മൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമ്മൾ കരുതലായി കൊണ്ട് നടക്കുന്നത്, ആ മക്കളെ എങ്ങനെയാണ് വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മൾ കാണുന്നത്, അതുപോലെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കരുതലോടുകൂടി ഏറ്റവും സുന്ദരമായ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അംഗനവാടിയിലാണ്. അവിടെ ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ അവർ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എങ്ങനെ കുട്ടികളിലേക്ക് അവരുടെ മനസ്സിനെ എത്തിക്കാൻ സാധിക്കും. ഒരു കൊച്ചുകുട്ടി വീടിനകത്തു നിന്ന് പുറത്തേക്ക് അംഗനവാടിയിലേക്ക് വരുമ്പോൾ അമ്മയില്ലാതെ അച്ഛനില്ലാതെ ആ ഇരിക്കുന്ന സമയങ്ങളിൽ എല്ലാമായി നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അംഗനവാടി ടീച്ചർമാരും. ചടങ്ങിൽ വെച്ച് SSLC ഉന്നത വിജയികളെ അനുമോദിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മുഴുവൻ കുട്ടികൾക്കും സ്നേഹാദരവ് നൽകി. അങ്കണവാടി അധ്യാപിക ഉഷ, OP രാജൻ, രമേശൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് പ്രവേശന കിറ്റ് വിതരണവും നടത്തി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്:
BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. കുട്ടികളെ വഴിതെറ്റിക്കാൻ ഗൂഢ ലക്ഷ്യങ്ങളുമായി മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമിയുടെ മുഖ്യ പരിശീലകൻ കോച്ചി കെ വിനോദ് കുമാർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമിക്ക് കീഴിലെ അരിയാക്കുൽ ഡോജോയിൽ നടന്ന ആദരായനവും ബെൽറ്റ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നാളെയുടെ പ്രതീക്ഷകളായ യുവതയെ നശിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നത്. കരാത്തെ പോലുള്ള ആയോധന കലകൾ അഭ്യസിക്കുന്നതിലൂടെ മയക്കുമരുന്ന് ലോബിയോട് നോ പറയാൻ സാധിക്കും. ചെറുപ്രായത്തിൽ തന്നെ ആയോധന കലകൾ പരിശീലിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ക്യോഷി കെ വിനോദ് കുമാർ പറഞ്ഞു. ഒരു ജാഗ്രത നമുക്ക് വേണമെന്ന് പറയാൻ കാരണം മറ്റുള്ളവർ, അതായത് ചിലപ്പോൾ ഇതിൽ ഒരു ബിസിനസിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ ഒരു അസറ്റാവേണ്ട, ഒരു മുതൽക്കൂട്ടാവേണ്ട ഒരു യുവതലമുറകളെ ഒന്നടക്കം നശിപ്പിക്കുവാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരും ആവട്ടെ എന്നുള്ള രീതിയിൽ തന്ത്രമാണോ എന്ന് നമുക്കറിയില്ല. വലിയൊരു പ്രേരണ, ഒരു സംഘം സ്കൂൾ ബേസിലും അതുപോലെ തന്നെ കോളേജ് തലങ്ങളിൽ പോലും ഒരു പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എല്ലാ സ്കൂളിൻ്റെ പുറത്തും ഇത്തരം ആൾക്കാരുണ്ടായിരിക്കും എന്നൊരു ജാഗ്രത നമ്മൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് എനിക്ക് പറയാതിരിക്കുന്നത്. ഓക്കെ, അതാണ് എനിക്ക് കുട്ടികളോട് സ്കൂൾ തുറക്കുന്ന കാലത്ത് ആദ്യമായി പറയാനുള്ളത്. ഏതായാലും മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ SSC +2 പരീക്ഷയിൽ സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അരിയാക്കുൾ ഡോജോയിലെ പരിശീലകൻ സെൻസായി M അനൂപ് അധ്യക്ഷത വഹിച്ചു. നക്ഷത്ര രതീഷ്, ഐസ റഹൂഫ്, വേദിക ഷിജിത്ത്, ധ്യാൻ ഹരീഷ്, മാളവിക ഷിജിത്ത്, അതുൽ കൃഷ്ണ, S മീനാക്ഷി എന്നിവർ സംസാരിച്ചു. ഇഷാനി കെ സഞ്ജീൻ സ്വാഗതവും നിതിൻ ലാൽ നന്ദിയും പറഞ്ഞു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റ് വിതരണവും ക്യോഷി വിനോദ് കുമാർ നിർവഹിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ബാലസംഘവുമായി ചേർന്ന് നടത്തുന്ന നീന്തൽ പരിശീലനം തുടർച്ചയായ 11ാം വർഷത്തിലേക്ക്. സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. കണ്ണോത്തുകുളത്തിൽ നടന്ന നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന നീന്തൽ താരം MC സന്മ നിർവഹിച്ചു. VK അഭിനന്ദ് അധ്യക്ഷനായി. നീന്തൽ താരങ്ങളായ അനന്യ, പൂജ, അഡ്വക്കേറ്റ് V പ്രദീപൻ, N ഷാനവാസ്, M ശശി എന്നിവർ സംസാരിച്ചു. ഇതിനകം 250-ലധികം പേർക്ക് നീന്തൽ പരിശീലനം നൽകാൻ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 7:30 വരെയാണ് പരിശീലനം. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും പരിശീലനം നേടാവുന്നതാണ്. നെടുമ്പ്രം മടപ്പുര കലാഭവന്റെയും KB ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ SSLC, +2, LSS, USS വിജയികളെ അനുമോദിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. KP മോഹനൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. 44 കുട്ടികൾക്ക് ഉപഹാരം നൽകി. വീട് ഒരു സാമൂഹ്യ പാഠശാല എന്ന വിഷയത്തിൽ AV രത്നകുമാർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കലാഭവൻ പ്രസിഡന്റ് VP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. K പ്രദീപൻ, പ്രമോദ് കാഞ്ഞിരാട്ട്, ബിജീഷ് പറമ്പൻ, TP ഷിജു, T പ്രജോഷ് എന്നിവർ സംസാരിച്ചു. സങ്കടപ്പെട്ട് പരീക്ഷയെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ട് കരയുന്ന ഒരു കുട്ടിയോട് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മരുന്ന് എന്താണ്? പരീക്ഷയ്ക്ക് പോണ്ട എന്ന് പറയുന്നത്. സാരമില്ല, ഇനി എന്തെങ്കിലും എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അന്നേരം കയറുമോ? അന്നേരം കയറൂല. അവിടെ സങ്കടത്തിന്റെയും ഭയത്തിന്റെയും ഒരു ഉയർന്ന തലത്തിലാണുള്ളത്. പിറ്റേ ദിവസം രാവിലെ അവൾ എന്നെ വിളിച്ചു, മോളെ ഇപ്പൊ എന്ത് തോന്നുന്നു? നീ പരീക്ഷയ്ക്ക് പോകണമെന്നുണ്ടാ? ഞാൻ പോവും മാഷെ. തലശ്ശേരി സൗത്ത് ഉപജില്ലയിലെ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവം നടത്തി. പ്രശസ്ത മജീഷ്യനും മെന്റലിസ്റ്റുമായ സാജൻ പാനൂർ ഉദ്ഘാടനം ചെയ്തു.
തലശ്ശേരി സൗത്ത് ഉപജില്ലയിലെ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പ്രശസ്ത മജീഷ്യനും മെന്റലിസ്റ്റുമായ സാജൻ പാനൂർ ഉദ്ഘാടനം ചെയ്തു. പുസ്തകത്തിൽ വെച്ച് നോക്കി. കറക്റ്റാണോ? ഓഡിയൻസിന് നവാഗതരെ മൺചിരാതിൽ ദീപം തെളിയിച്ച് സ്കൂളിലേക്ക് ആനയിച്ചു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് അംഗം ഷർമിരാജ് അധ്യക്ഷനായി. സ്കൂൾ ഡയറി പ്രകാശനം ക്ഷേമ ടീച്ചർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് കെ ദിജു ഏറ്റുവാങ്ങി. പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം മെഡിനോവ ടീം നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് ഗ്രീഷ്മ ഏറ്റുവാങ്ങി. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം തണൽ ചെയർമാൻ PM അബ്ദുൾ നാസർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ദേശാഭിമാനി പത്രം സ്കൂളിലേക്ക് ജയപ്രകാശ്, നാരായണൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് കൈമാറി. പുസ്തക വിതരണം മാനേജ്മെന്റ് പ്രതിനിധി ക്ഷേമ ടീച്ചർ നിർവഹിച്ചു. ദേവശ്രുതി ഏറ്റുവാങ്ങി. സുബീഷ്, ബിജോയ് മാസ്റ്റർ, സിന്ധു ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു. സാജൻ പാനൂർ, ബിജോയ് മാസ്റ്റർ എന്നിവരുടെ മെന്റലിസം ഷോയും ഗ്രീഷ്മ, പാർവണ എന്നിവരുടെയും വിദ്യാർത്ഥികളുടെയും ഗാനമേളയും അരങ്ങേറി. മാഹി എക്സൽ പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സതി M കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. എക്സൽ സ്കൂളിലെ പ്രവേശനോത്സവം സ്കൂൾ പ്രിൻസിപ്പൽ സതി M കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. Every student is being given the opportunity in the school. Some of the students never take initiative to participate. This year, no students will be repeated. This is my kind information to all my teachers, those who are bringing up the programs. See to that students are not repeated in any of the programs in our school internal programs, not for the competition, and everybody should be given a chance to participate. I hope all of you will participate in this academic year. All of you? Yes, we want full participation from each one of you, and the same way the teachers also will take initiative to put up the program, not the same group, different teachers can take up and put up the program. You are given full freedom to do what you want to do for the children, and full potential has to come out from the children. സ്കൂളിലെ അധ്യാപകരായ റിജേഷ് രാജൻ രചനയും പവിത്രരാജ് കലാത്മിക സംഗീതവും നൽകിയ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം, ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന സ്കിറ്റ്, എയറോബിക്സ്, പ്രസംഗം, ഗാനാലാപന തുടങ്ങിയവ അരങ്ങേറി. ഒരിടവേള കൂടി.
Family Wedding Center, the beginning of forever. Kunnamangalam, Vadagara, Manjeri, Meppadi, Tirur, Perindalmanna, Kannur. MS Public School is among the trusted chambers who believes in meaningful service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School Panur. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്ക് കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാഹി. Answer to your child's future. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്.
മതിയമ്പത്ത് MLP സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മതിയമ്പത്ത് MLP സ്കൂൾ പ്രവേശനോത്സവം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് തേങ്ങലടികളെയും ശബ്ദങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 1ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാനെയും അമ്മയെയും ഒക്കെ വിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രയാസം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതങ്ങ് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ചതുപോലെ 1ാം ക്ലാസ്സിലല്ല ആ കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് എന്നുള്ളതാണ്. LKG UKG ഒക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള അവരുടെ പ്രവേശനം. ഈ പ്രവേശനോത്സവത്തിൻ്റെ വേർഡ്സ് തന്നെ എന്താണ് എന്ന് നമുക്കറിയാം. ഒന്നിച്ച് ഒന്നാവാമെന്നുള്ളതാണ്. ഒന്നിച്ച് നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. നമ്മുടെ പൊതു നന്മക്കായി പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മികവുറ്റ വിദ്യാർത്ഥികളാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു തയ്യാറെടുപ്പാണ് നമ്മുടെ സർക്കാരൊക്കെ ചെയ്യുന്നത്. ഏതായാലും മാഷിൻ്റെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല ഡ്രസ്സ് തലേന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. അന്നാണ് അയൺ ചെയ്ത് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് പുസ്തകത്തിൻ്റെ പൊടിയെടുത്ത് ഒരു 100 വട്ടം പുസ്തകത്തെ നോക്കി കണ്ട് വീണ്ടും മടക്കി വെച്ചു. പുതിയ ബാഗ് ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കി. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ തലേനെ മനസ്സിലേക്ക് കൊണ്ട് നടക്കുകയും. PTA പ്രസിഡന്റ് NB മുനീർ അധ്യക്ഷനായി. പ്രശസ്ത ഗായിക ഷഫ്നാസ് കടവത്തൂർ, ജുബൈരിയ ഉദയോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനവിരുന്നും അരങ്ങേറി. ആദ്യമായി സ്കൂളിലെത്തിയ 80 വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു. ഫാത്തിമ സൈറ, daughter of Sirajuddin KK. Fatima Saira, Iris, son of Jitin. Daughter of Muhammad Nisham. Amina Zakia. വിളിക്കുന്നവരെ മുന്നോട്ട് വന്ന് ഇസാൻ നജീബ്, son of സയ്യിദ് യൂനുസ് തങ്ങൾ, പ്രൊഫസർ MK സാഹിർ, ഷാനിദ് മേക്കുന്ന്, കല്ലുമ്മൽ അബൂബക്കർ, UK മുഹമ്മദ് അലി, CH ജസീല, P ജുബൈരിയ, K ഷക്കീല, K രസ്ന എന്നിവർ സംസാരിച്ചു. ആണിക്കമ്പോയിൽ ഈസ്റ്റ് LP സ്കൂൾ പ്രവേശനോത്സവം വിവിധങ്ങളായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് കൈമാറി. ആണിക്കമ്പോയിൽ ഈസ്റ്റ് LP സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് P ഷാഗിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് കൈമാറി. കൂടാതെ സ്കൂൾ അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 1ാം തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫോട്ടോ പതിച്ച നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. PP ശ്രീലത, P മുഹമ്മദ്, K നിത്യ, V അൽഷി, K ബിന്ദു, PK രേഷ്മ എന്നിവർ സംസാരിച്ചു. ചൊക്ലി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചൊക്ലി നെടുമ്പ്രം കാരാർത്ത് UP സ്കൂളിൽ നടന്നു. ചടങ്ങിൽ പഠനോപകരണ കിറ്റ് വിതരണവും നടന്നു. ചൊക്ലി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ PTK ഗീത പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലാതലങ്ങളിലും അതുപോലെ പഞ്ചായത്ത് തലങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു പ്രവേശന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതുതായി സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികൾക്ക് കിറ്റ് വിതരണവും നടത്തി. LSS USS സംസ്കൃതം സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്കും മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ച 10ാം തരത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി. ചൊക്ലി BRCയിലെ കോർഡിനേറ്റർ വിദ്യ, സ്കൂൾ മാനേജർ KV സത്യനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ സജീവൻ മീത്തൽ സ്വാഗതവും VC പ്രനിഷ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ ചാലോട് മയക്കുമരുന്നും ആയുധങ്ങളുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. പിടിയിലായത് തയ്യിൽ സ്വദേശി സീനത്ത്, അഫ്നാസ് എന്നിവർ.
അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങി കാണാതായ യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പട്ടാനൂർ കൊടോളിപ്പുറം ആനന്ദ നിലയത്തിൽ PK ഗണേശൻ നമ്പ്യാർ. കോപ്പാലത്ത് തകർന്ന തരിപ്പണമായ റോഡിൽ ശക്തമായ മഴയിൽ അറ്റകുറ്റപ്പണി. പ്രതിഷേധവുമായി യാത്രക്കാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.